ഭണ്ഡാരം കുത്തിത്തുറന്ന് ക്ഷേത്രമോഷണം നടത്തിയത് BJP സ്ഥാനാർത്ഥിയായിരുന്ന പ്രഭാവതി അമ്മ. പ്രസന്ന എന്ന് വിളിക്കുന്ന പ്രഭാവതി അമ്മയെ നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് വലിയ വാർത്തയായി. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് പ്രഭാവതി അമ്മ അവിടെ മത്സരിച്ചവരാണ്. പരാജയപ്പെട്ടു എങ്കിലും എല്ലാവർക്കും അറിയാം ആ വാർഡിൽ. പക്ഷെ മെയ് 29 വെള്ളിയാഴ്ച രാത്രിയിൽ പുഴയ്ക്കൽത്തറ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരം ആരോ കുത്തിപ്പൊളിച്ച് പൈസ അടിച്ചുകൊണ്ട് പോയി. 10,000 രൂപയോളം വരുമെന്നാണ് ക്ഷേത്ര കമ്മിറ്റിക്കാർ പറയുന്നത്. അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച 29 രാത്രിയിലാണ് ഈ മോഷണം നടന്നത്. രാവിലെ പുഴയ്ക്കൽത്തറ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരിയും മറ്റ് ക്ഷേത്ര ഭാരവാഹികളും വരുമ്പം ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് തുറന്നു കിടക്കുന്നു. അവരുടനെ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് വന്നു. ആ മോഷണത്തിൻ്റെ അന്വേഷണങ്ങളൊക്കെ അവർ തുടങ്ങി. അപ്പം ഇത് ക്ഷേത്രത്തിലെ ഒരു മോഷണമായതുകൊണ്ട് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായി. പുഴയ്ക്കൽത്തറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ ധാരാളം ഭക്തജനങ്ങൾ പോകുന്ന സ്ഥലമാണ്. ഏകദേശം അവിടെ ഉദ്ദേശം ഒരു 10,000 രൂപയോളം ആ ഭണ്ഡാരത്തിലുണ്ടാകും എന്നാണ്. അതുകൊണ്ട് നെന്മാറ പോലീസ് കൃത്യമായി CCTV ദൃശ്യങ്ങൾ എല്ലാം നോക്കി. വെളിയിലെ പല CCTV ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പം പ്രഭാവതി അമ്മ അങ്ങേ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ കണ്ടെത്തി. ഇതിനു മുമ്പ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കുന്നതിന് മുമ്പ് അവരൊരു മുക്കുപണ്ടം കേസിനകത്തൊക്കെ പ്രതിയായ സ്ത്രീയാണ്. അപ്പോൾ അവരാണ് ഈ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് ഈ പണം കൊണ്ടുപോയത്. ഏതായാലും പോലീസ് അവരെ ട്രാക്ക് ചെയ്ത് CCTV ദൃശ്യത്തിൽ കൂടി അവരുടെ വീട്ടിലെത്തി അവരെ കസ്റ്റഡിയിലെടുത്തു. അവരെ ചോദ്യം ചെയ്തപ്പം അവർ കുറ്റം സമ്മതിച്ചു. പണം കുറേ ലഭിച്ചു, റിക്കവർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഒരിക്കലും ഇവരെപ്പോലെ ഒരു സ്ത്രീയെ ഈ ഒരു ഭണ്ഡാരമോഷണം നടത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. കാരണം സാധാരണ പുരുഷന്മാരാരെങ്കിലും ആയിരിക്കും ഭണ്ഡാരം കുത്തിപ്പൊളിക്കുന്നത്. ധാരാളം ക്ഷേത്ര കേസുകൾ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അന്നൊക്കെ സ്ത്രീകളാരും ഇതിനകത്ത് ഉൾപ്പെട്ടതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ധാരാളം കേസുകൾ കൊല്ലം ജില്ലയിലും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ടെമ്പിൾ സ്ക്വാഡ് ഉണ്ടാക്കി. അന്ന് അതിനകത്ത് ഞാനൊരു ഇൻവെസ്റ്റിഗേറ്ററായിരുന്നു. അതുകൊണ്ട് കൊല്ലം ബേസ് ചെയ്ത് കുറേ അധികം കേസുകളും പാലക്കാടും ഉണ്ട്. അതുപോലെ കുരിശുപള്ളികളിലെ കുരിശ് മോഷ്ടിച്ച കേസും ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ഒരു ടെമ്പിൾ സ്ക്വാഡ് അന്ന് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ അകത്ത് ഒരു SP ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 2-3 പോലീസ് ഓഫീസർമാർ, ഇൻസ്പെക്ടർമാരുണ്ടായാലും ഒന്ന് ഞാനും ഉണ്ടായിരുന്നു. അന്ന് ധാരാളം ടെമ്പിൾ തെപ്റ്റുകാരെ അറസ്റ്റ് ചെയ്ത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ത്രീയാണ് ഈ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് അതിനകത്ത് ഏകദേശം 10,000 രൂപയോളം കൊണ്ടുപോയത്. ഇത് വലിയ വാർത്ത സൃഷ്ടിച്ച കാര്യമാണ്. BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചവരാണ്. ആ മത്സരിച്ചവർക്ക് നേരത്തെ ഒരു ബാഡ് റോളുണ്ട്. അവർക്ക് നേരത്തെ മുക്കുവണ്ടം പണയം വെച്ച് പണം അടിച്ചുകൊണ്ട് പോയ ഒരു കേസും അവരുടെ പേരിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 17-ാം വാർഡിലാണ് ഇവർ മത്സരിച്ചത് BJP സ്ഥാനാർത്ഥിയായിട്ട്. എങ്കിലും അവർ വിജയിച്ചില്ല. നാട്ടുകാർക്ക് ഇവരെ അറിയാവുന്നതുകൊണ്ടായിരിക്കും അവരൊക്കെ അധികം വോട്ടൊന്നും കിട്ടിയില്ല. എങ്കിലും BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എന്നുള്ളതിലാണ് ഈ മോഷണത്തിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് അമ്പലമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അവർ തന്നെയാണ് ഇത് മോഷ്ടിച്ചത്. എന്തായാലും ഈ ഒരു സംഭവം വലിയ കൗതുകം ഉണർത്തിയ ഒരു വാർത്തയാണ്.